കാട്ടുപുല്ലക്കരയിൽ പെണ്ണ് കാടുലയും നേരം നല്ല മുല്ല ഞാറക്കട്ടെ എങ്ങനെ അടിക്കുന്ന വെച്ചിരിക്കാ അടിക്ക സാധനം മണിക്കറാ. ഓ ലോട്ടറി അടിച്ചപ്പോ ചോദിക്കാൻ എന്തോരം പേരെ ആ കണാരട്ടം പിടിച്ച് അടിച്ചപ്പോഴേ ഒരാളും ചോദിക്കാൻ വന്നില്ലല്ലോ. പെണ്ണ് കേസില് ഞങ്ങൾ ഇടപെട്ടില്ല. അതിനെ പെണ്ണ് കേസൊന്നല്ല, വിളിക്കാത്ത കല്യാണത്തിനെ കുമ്മനടിച്ചപ്പോൾ ആള് പിടിച്ചടിച്ച ആളുടെ മുള കല്യാണല്ലേ, അപ്പൊ അത് പെണ്ണ് കേസായില്ലേ? അതിനെ കുത്തിന് പിടിച്ച് ഇറക്കി വിട്ടാ പോരാ, അതിനോട് തല്ലണ്ട ആവശ്യണ്ടാ. നീ എന്തൊട്ട് തിരുത്തിനാണ് കേസ് തുറക്കണം പിള്ളാച്ചേ. കേസ് അയാൾ കൊടുക്കാൻ ഭാഗ്യായി, വിളിക്കാത്ത കല്യാണത്തിന് പോയി ഇപ്പൊ നക്കി തിന്നത് കേസാണ്. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോട്ടാ. ഞാൻ മനസ്സിൽ പറഞ്ഞു, നീ ഇങ്ങനെ കേട്ടെ. ഇതിപ്പോ എന്തിനാ അവൻ കേൾക്കാനുള്ളത്? നാട്ടിൽ മൊത്തം അറിയില്ല നിന്റെ അപ്പം ബൊഫേരാകവനാന്ന്. വിളിക്കാത്ത കല്യാണത്തിന് നക്കി തിന്നണ നിന്റെ അച്ഛനല്ലേ? ആളോട് പിന്നെ ചോദിക്കാനൊന്നും നിൽക്കണ്ട, കിട്ടിയത് വാങ്ങിച്ച് മിണ്ടാണ്ടിരുന്നു. പാർട്ടിക്കാരനെ അതല്ല ഞാൻ ചോദിക്കാണ്ടിരുന്നേ, നമ്മളിവിടുത്തെ ഭരണം ശരിയല്ല. എന്നാലും നിങ്ങൾക്കൊന്ന് വരാറുന്നു കേട്ടോ. എടാ ഞാനും പിന്നെ ഇറങ്ങിയതായിരുന്നേ, കോപ്പ് വരണ വഴിക്ക് റോഡ് ഉപരോധം. പോരാത്തതിന് നല്ല സുന്ദരി നേഴ്സും കുട്ടികള് തളർന്നു വീണവർക്ക് സംഭാരവും മോരുവെള്ളം ഒക്കെ കൊടുത്ത് കൂടെ തന്നെ അങ്ങ് നിന്നു. നേഴ്സുമാരൊക്കെ റോട്ടിലാ, ഭരണം ശരിയല്ല. ഇവിടെ രോഗികൾക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോഴവന്റെ നീ ഇവിടെ എവിടെയെങ്കിലും വന്ന് കിടന്നു? അല്ല, തന്നെ കണ്ടില്ലല്ലോ. ഞാൻ അന്ന് വരാന്ന് വെച്ചാ, കുളിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചാ, സോപ്പ് തേച്ചപ്പോ വെള്ളം നിന്നു. ഏര് കുറച്ചില്ലടാ, എന്താ ചെയ്യാ? അല്ല, റോഡ് പൊളിച്ചിട്ടേ പൈപ്പ് ഇട്ട് വെച്ചോക്ക, അതില് വെള്ളമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഭരണം ശരിയല്ല. സത്യം പറയല്ലേ അവനെ, നീ വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞില്ലേ, ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കായിരുന്നു, ഞാൻ കുത്തിട്ടേക്കായിരുന്നു. സ്വിച്ച് ഓൺ ആക്കി ഉണ്ടാവില്ല അല്ലേ? കറണ്ട് ഉണ്ടായിരുന്നില്ലടാ. ഉണ്ടാ കറണ്ട് ബില്ല് അടച്ചാലേ ഇവന്റെ വീട്ടിലൊക്കെ കറണ്ട് വരും. എനിക്ക് വരണമെന്നുണ്ടായിരുന്നടാ, പക്ഷെ ഞാൻ കത്രിക എടുക്കാൻ പോയിക്കായിരുന്നു അപ്പാപ്പന്റെ ഒപ്പം. ഈ 10 ഗ്രാമിന്റെ കത്രിക എടുക്കാൻ വേണ്ടി നടക്കാൻ വയ്യാത്ത പപ്പനെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയിരുന്നില്ലേ? ആ പാപ്പന്റെ വയറ്റിലട കത്രിക മൂത്രക്കല്ല് സ്കാൻ ചെയ്യാൻ പോയിട്ടേ കല്ല് കിട്ടിയില്ല, കത്രിക കിട്ടിയേ. ലാലേട്ടന്റെ പോലെ ഒരു കത്രിക സൈഡിക്ക് ചെരിഞ്ഞിരിക്കണു, ബ്ലാഡർ പൊട്ടാത്ത ഭാഗ്യം. എന്താ മോനെ, ഞാൻ പറഞ്ഞില്ലേ ഈ ഭരണം ഒന്നും ശരിയല്ല. ഞാൻ സ്റ്റേഷനിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാണ്ടിരുന്നേ. എന്നൊക്കെ ഒരു തെണ്ടുകളും വന്നില്ലല്ലോ. ലാസ്റ്റ് പിന്നെ ആരാർക്കേ ആരും ഇറക്കാൻ വരാത്തോണ്ടേ അവരെന്നെ എൻ്റെ അടുത്ത് ഇറങ്ങി പോക്കോളാൻ പറഞ്ഞു. നീ നല്ല ദിവസം അങ്ങോട്ട് വരാച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണായിരുന്നു. നിന്നെ പോലീസുകാർ ചാർത്തിയേ പൂരത്തിനുള്ള ഉരുട്ടാ അവനെ കയറി പിടിച്ചോ. ഏട്ടാ ഞാൻ പൂണ്ടനാന്ന് വെച്ചിട്ട് നല്ല ഇടിച്ചു. പിന്നല്ല മനസ്സിലായത് മഫ്തിലുള്ള പോലീസാണ്. ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞ, ഇവിടത്തെ ഭരണം ഒന്നും ശരിയല്ല. നീ കയറി തന്നെ പരിക്ക്. ഞാൻ ഇങ്ങനത്തെ പാർട്ടീനെ പറഞ്ഞല്ല, ആര് ഭരിച്ചാൽ ഇതാണ് അവസ്ഥ. എടാ നിന്റെ കാര്യമൊക്കെ നടക്കണമെന്നില്ലേ, നീ തന്നെ ഭരിക്കണം. നിന്നെ കൊണ്ട് പറ്റും. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും നിനക്കുണ്ട്. എന്റെ വീട്ടുകാരെ വോട്ട് നിൽക്കാനെ ഒരു പാർട്ടി അനുഭവമില്ലാത്ത നിന്നെ പോലുള്ള യുവരക്തങ്ങൾ വളർന്നു വരണം. ഈ ഒളിക്കുന്ന ദേശത്തിലെ ഓരോ ആൾക്കാർ വോട്ട് ഇവനല്ലേ? ഇവൻ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി, ഇവന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണു. അതിന് എനിക്കൊരു ചിഹ്നം വേണ്ടേ?